വൺ പീസിൽ ഒരുപക്ഷെ ഹാക്കി മാത്രം ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്നതിൽ ഗോഡ് ലെവൽ പവർഫുൾ ആയ കഥാപാത്രമാണ് മങ്കി ഡി ഗാർപ്പ്. തന്റെ 80 വയസ്സിനിടയ്ക്ക് ഒരിക്കൽ പോലും തന്റെ ഗ്രാഫിന് ഒരു ഏറ്റക്കുറച്ചിലുകളും സംഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഗാലക്സി ഇമ്പാക്ട് എന്ന ഒറ്റ പഞ്ചിലൂടെ ഒരു ഹോൾ ഐലൻഡിനെ തവിട് പൊടിയാക്കുന്ന ഇദ്ദേഹം മറൈൻസിനിടയിൽ മാത്രമല്ല പൈററ്റ്സുകളുടെയും ക്രിമിനൽസിന്റെ എല്ലാം എക്കാലത്തെയും പേടി സ്വപ്നമാണ്. പീരങ്കിയുടെ വെടിയുണ്ടകൾ പോലും ഒരു ഡ്രാഗൺ ബോൾ കയ്യിലെടുക്കുന്ന ലാഘവത്തോടെയാണ് ഇങ്ങനെ അതിനോട് പെരുമാറുന്നത്. ഒരുപാട് തവണ വൈസ് അഡ്മിറലിൽ നിന്നും പ്രൊമോഷൻ ലഭിച്ചിട്ടും അതൊക്കെ നിസ്സാരമായി തള്ളിക്കളഞ്ഞ മനുഷ്യനാണ് ഇദ്ദേഹം. ഒരുപക്ഷെ മങ്കി ഫാമിലിയിലെ ആരും തന്നെ സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ ഒരു പപ്പറ്റായി മാറിയ ചരിത്രമില്ലാത്തത് കൊണ്ടാവാം ഈ ഒരു പ്രൊമോഷൻ പോലും തനിക്ക് നിസ്സാരമെന്ന് ഗാർപ്പ് ചിന്തിക്കുന്നതും. ഗോട്ട് വാലിയിൽ ഉണ്ടായ ഇൻസിഡന്റോടെ ഹീറോ ഓഫ് ദ മറൈൻസ് എന്ന പട്ടം കിട്ടിയ ഈ ഗാർപ്പിനെ പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഏവർക്കും കോമിക് വണ്ടേഴ്സിന്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. എപ്പിസോഡ് നമ്പർ 68 മാങ്ക ചാപ്റ്റർ 92 ഇദ്ദേഹത്തെ ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഈസ്റ്റ് ബ്ലൂവിനടുത്തുള്ള ഗോവ കിങ്ഡത്തിലെ ഫൂഷ എന്നൊരു ചെറിയ ഗ്രാമമാണ് ഗാർപ്പിന്റെ റെസിഡൻസി. ഏകദേശം 78 അഥവാ 80 വയസ്സോളം പ്രായം ഇപ്പോൾ അദ്ദേഹത്തിനുണ്ട്. ഗാർപ്പ് ദ ഫിസ്റ്റ്, ഹീറോ ഓഫ് ദ മറൈൻ എന്നിങ്ങനെയാണ് ലോകം മുഴുവനും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഡി ക്ലാനിലെ ഒരു മുതിർന്ന മെമ്പറും ഡി ക്ലാനിൽ വെച്ച് ഏറ്റവും പവർഫുൾ ഫാമിലികളിൽ ഒന്നായ മങ്കി ഫാമിലിയുടെ എൽഡർ കൂടിയാണ് ഇദ്ദേഹം. തന്റെ 22ാമത്തെ വയസ്സിലാണ് ഗാർപ്പ് ഒരു മറൈനായി മാറുന്നത്. പിന്നീട് അന്ന് തൊട്ട് ഇപ്പൊ വരെയും കഠിനമായി തന്നെ പ്രയത്നിച്ച് വേൾഡിലെ തന്നെ പവർഫുൾ മറൈനായി അദ്ദേഹം മാറി. സുരു, സെൻഗോക്കു തുടങ്ങിയവരാണ് ഗാർപ്പിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, അതുപോലെ കൊളീഗ്സും. ഭാര്യയെ പറ്റി എവിടെയും മെൻഷൻ ചെയ്തില്ല. എങ്കിലും മറൈനിൽ തന്നെ വർക്ക് ചെയ്തിരുന്നൊരു സ്ത്രീയാണ് ഡ്രാഗന്റെ അമ്മ അഥവാ ഗാർപ്പിന്റെ ഭാര്യ എന്നും പറയപ്പെടുന്നു. ഇരുവർക്കും ഒരു മകനാണ് മങ്കി ഡി ഡ്രാഗൺ. തന്റെ മകന്റെ മകനാണ് വൺ പീസിന്റെ തന്നെ പ്രൊട്ടാഗോണിസ്റ്റ് ആയ മങ്കി ഡി ലൂഫി. ഇതാണ് ഇവരുടെ ഒരു ഫാമിലി ട്രീ. തന്റെ 30 വയസ്സിനിടയിൽ തന്നെ ഒരു വൈസ് അഡ്മിറലായി മാറിയ ഗാർപ്പിനെ എൻറ്റയർ യങ്ങർ ജനറേഷനിലുള്ള കേഡറ്റ്സുകളും ഒരു പ്രചോദനമായി കണ്ടിരുന്നു. ഏതൊരു മിഷന് പോകാനും യാതൊരു മടിയും ഗാർപ്പിനില്ല, പ്രത്യേകിച്ച് ബിഗ്ഗർ ഫിഷുകളാണെങ്കിൽ. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഗോട്ട് വാലിയിലേക്ക് ചാടി പുറപ്പെട്ടതും. റോക്സ്, റോജർ തുടങ്ങിയ മുൻനിരയിലുള്ള പൈററ്റുകളെ അന്ന് ഒറ്റയ്ക്ക് നേരിടാൻ മറൈൻസിനിടയിൽ ഗാർപ്പിന് മാത്രമായിരുന്നു സാധിച്ചിരുന്നത്. എങ്കിലും റോജറിനൊപ്പം ഫൈറ്റ് ചെയ്യുന്നത് പോലെ ആവില്ല റോക്സിനോടെന്ന് ഗാർപ്പിന് നല്ലപോലെ അറിയാം. ഈവൻ ഗോട്ട് വാലിയിൽ എത്തിച്ചേർന്ന ഗാർപ്പിന്റെ ഫ്ലീറ്റിനെ കണ്ട് അന്ന് പേടിച്ചോടിയവരിൽ 4 എംബറർമാരായിരുന്ന വൈറ്റ് ബിയർഡ്, കൈഡോ, ബിഗ് മോം തുടങ്ങിയവരും ഉണ്ടായിരുന്നു എന്നത് ഒരു സത്യമാണ്. അത്രയും കൊലവെറിയോടെയാണ് ഗാർപ്പ് അവിടെ തന്റെ വെറും മുഷ്ടികൾ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്നത്. ആ ഒരു ഇന്റൻസ് ഫൈറ്റിനിടയിൽ വെച്ച് തന്നെയാണ് ഇമു സാറ്റേണിനെ പൊസസ് ചെയ്ത് റോക്സിനെ ഇല്ലാതാക്കാൻ വരുന്നത്. ഗൈസ്, ആ ഒരു ടൈമില് ഇവർ 6 പേരും, അതായത് ഗാർപ്പ്, റോജർ, റോക്സ്, വൈറ്റ് ബിയർഡ്, കൈഡോ ആൻഡ് ബിഗ് ബോം, ഇവര് 6 പേരും കൂടെ ഇവരുടെ ഐക്കോണിക് ഫൈറ്റിംഗ് മെത്തേഡ് ഇമുവിന്റെ മുകളിൽ പ്രയോഗിക്കുന്നുണ്ട്. സത്യത്തിൽ അവിടെ ഇമുവിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോൾ ആലോചിച്ചത് കരൺ നീക്ക ഇനി എത്രത്തോളം പവർഫുൾ ആകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു നിമിഷം തന്നെയായിരുന്നു റോക്സിനെ ഇമു ഡോമി റിവേഴ്സിലേക്ക് അകപ്പെടുത്തിയതും. അന്ന് ഗാർപ്പിനെയും റോജറിനെയും നേരിട്ട റോക്സ് വളരെയധികം നിസ്സഹായനായിരുന്നു എന്ന് പറയാം. തന്റെ കൈകളോ ശരീരമോ തന്റെ ചൊൽപ്പടിക്കല്ല ചലിക്കുന്നത് എന്ന് റോക്സിന് മനസ്സിലായതോടുകൂടി മാനസികമായി തന്നെ അദ്ദേഹം തളർന്നിരുന്നു. ആ ഒരു നിമിഷത്തിൽ ഡേവി ലിനേജിലെ അവസാന മെമ്പറായ തന്റെ മകനെയും ഭാര്യയും സംരക്ഷിക്കാനാണ് ഗാർപ്പിനോടും റോജറിനോടും തന്നെ കൊല്ലുവാനായി പറയുന്നതും. ഒരുപക്ഷെ ഗാർപ്പിന്റെ എൻറ്റയർ ലൈഫിലും അദ്ദേഹം നേരിട്ട ഏറ്റവും പവർഫുൾ ആയ എനിമി തന്നെയായിരുന്നു ഡോമി റിവേഴ്സിയിൽ അകപ്പെട്ട റോക്സ് എന്നത്. അന്ന് തന്റെ ഉള്ളിലുള്ള ഫുൾ ഹാക്കി എനർജിയും ഗാർപ്പ് യൂസ് ചെയ്തു എന്ന് തന്നെ പറയാം. ആ ഒരു ഇന്റൻസ് ഫൈറ്റിൽ ആ ഒരു ഐലൻഡ് തന്നെ ഡിസ്ട്രോയ് ആവാൻ ആരംഭിച്ചിരുന്നു. ജനങ്ങളെവരും എങ്ങോട്ട് പോകണമെന്നറിയാതെ വളരെയധികം പരിഭ്രാന്തിയിലായിരുന്നു. എന്തിന്, ആകാശം പോലും 2ആയി സ്പ്ലിറ്റ് ആയിരുന്നു. എങ്കിലും ആ ഒരു സാഹചര്യത്തിൽ ഇരുവരും പേടിച്ചോടാതെ, അതായത് റോജറും ഗാർപ്പും പേടിച്ചോടാതെ തങ്ങളുടെ അവസാന ഫൈറ്റിംഗ് മെത്തേഡ് ആയിട്ടുള്ള എയ്സ്, ഇൻഫിനിറ്റും എക്സ്പ്ലോഷൻ തുടങ്ങിയ പവർഫുൾ അറ്റാക്കിലൂടെ റോക്സിനെ എന്നേക്കുമായി ആ ലോകത്തിൽ നിന്നും തന്നെ മോചിപ്പിച്ചു. റോക്സിന്റെ ഈ ഒരു ഡൗൺഫാളോടെയാണ് ഗാർപ്പിന് ഹീറോ ഓഫ് ദ മറൈൻസ് എന്ന പട്ടം ഏവരും നൽകിയത്. ഇനി ഗാർപ്പിനെ ഗാർപ്പ് ദ ഫിസ്റ്റ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നോക്കിയാൽ, ഒന്ന് അദ്ദേഹത്തിന്റെ ഹാക്കി അറ്റാക്ക് ആണ്, 2 അതിന് ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് തന്റെ മുഷ്ടികളായതുകൊണ്ടും. ഇനി ഇദ്ദേഹത്തിന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസിനെ പറ്റി നോക്കിയാൽ വേറെ ഒന്നുമില്ല, 3 ടൈപ്പിലുള്ള ഹാക്കിയെ മാസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതായത് ഒബ്സർവേഷൻ, ആർമമെന്റ്, കോൺകറേഴ്സ്. ഇത് അഡ്വാൻസ്ഡ് ലെവലിലാണ് അദ്ദേഹം മാസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഗാർപ്പിന്റെ കുറച്ച് സിഗ്നേച്ചർ അറ്റാക്കുകളും ടെക്നിക്കുകളും കൂടി ഒന്ന് പരിചയപ്പെടാം. 1 ഗാലക്സി ഇമ്പാക്ട്, 2 ഫിസ്റ്റ് ഓഫ് ലവ്, 3 മീറ്റിയോർ ഫിസ്റ്റ്, 4 സ്കൾ ക്രഷിംഗ് പഞ്ച്. ഇങ്ങനെ 4 എണ്ണമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിഗ്നേച്ചർ ടെക്നിക്കുകളെന്ന്.
ഇനി കരൺ ഗാർപ്പിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഹാച്ചിനോസുവില് നിങ്ങൾ കണ്ടതാണ്. അതെ, കോബിയെ രക്ഷിക്കുന്നതിന്റെ ഇടയിൽ ഗാർപ്പിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഗാർപ്പിനെ ഇപ്പോൾ അവർ ഒരു പ്രിസണർ ആക്കിയിരിക്കുകയാണ്. ഈ ഒരു റീസൺ തന്നെയാവും മേ ബി കോബി ആൻഡ് ലൂഫിയുടെ ഒരു ടീമപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് ഒക്കെ. അങ്ങനെയെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഈ ഒരു ഫൈറ്റ് ഒരുപക്ഷെ ഒരു ഒന്നൊന്നര ഫൈറ്റ് തന്നെ എന്ന് പറയാൻ പറ്റും. ഈ ഒരു ഫൈറ്റിലൂടെ ആവാം ഗാർപ്പിനെ ഇരുവരും രക്ഷിക്കുന്നത്. ഏതായാലും ഈ ഒരു ഫൈറ്റ് കാണാൻ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. എനിവേ, വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.